നമ്മൾ ഈ കാന്തല്ലൂർ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം മന്നവഞ്ചോല എന്ന ഷോലവനമുണ്ട്. ഷോലവനം എന്നാൽ മലകൾക്കിടയിൽ, അതായത് പല പർവ്വതനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന വനമെന്നാണ് ഷോലവനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മന്നവഞ്ചോല എന്ന ഷോളവനത്തിൽ പെരുമല അവിടെ നിന്നുള്ള ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടുന്ന് അകത്തേക്ക് ഈ അടുത്തായിട്ട്, അതായത് ഒക്ടോബർ 20-നാണെന്ന് തോന്നുന്നു, അന്ന് മുതൽ ഇങ്ങോട്ട് അകത്തേക്ക് ട്രെക്കിംഗ് അനുവദിച്ചിട്ടുണ്ട് വനത്തിൻ്റെ അകത്തേക്ക്. ഏകദേശം 4 കിലോമീറ്ററോളം ഉള്ളിലോട്ട് പോകാമെന്നാണ് പറഞ്ഞത്. ഏഷ്യയിലെ ഏറ്റവും അധികം ജൈവ വൈവിധ്യമുള്ള ഒരു ഷോളവനമാണ് മന്നവഞ്ചോല. ഇങ്ങോട്ടുള്ള പ്രവേശനത്തിന് 300 രൂപയാണ് ഫീസ്. ഇത് കാന്തല്ലൂരിൽ നിന്ന് ഒരു ഏതാണ്ട് 2 കിലോമീറ്ററേ ഉള്ളൂ ഈ ചെക്ക് പോസ്റ്റിലോട്ട്. അപ്പം ബാക്കി വനത്തിലെ നല്ല കാഴ്ചകളൊക്കെ മെല്ലെ കണ്ട് മുന്നോട്ട് നടക്കാം. നമ്മൾക്ക് ഇങ്ങോട്ട് ട്രെക്കിങ് നടത്താനായിട്ട് നമ്മളിവിടെ 300 രൂപ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സഹായത്തിനായിട്ട് ഒരു ഗൈഡും വരും. അപ്പം എൻ്റെ കൂടെ ഒരു ഗൈഡുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ക്യാമറയുടെ മുന്നിൽ വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ വിവരിച്ച് ഇതിൻ്റെ ഈ ചോലവനത്തിൻ്റെ പ്രത്യേകതകളും ഓരോരുത്തരുടെ കാഴ്ചകളുമൊക്കെ നന്നായിട്ട് വിവരിച്ച് തരുന്നുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ പല ആൾക്കാർ പറഞ്ഞത്, അത് ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ബെനിഫിറ്റുകൾ എനിക്ക് കിട്ടുമായിരിക്കും. ഈ കാടിൻ്റെ ഇടയ്ക്കൂടെയുള്ളൊരു പുഴയുണ്ട്. ആ പുഴയുടെ ശബ്ദം ഇങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ട്. ഒരു കാടിൻ്റെ നിശബ്ദതയ്ക്കിടയ്ക്ക് പുഴയുടെ ഇങ്ങനെ കളകളാരവും പക്ഷികൾ ചലിക്കുന്നതൊക്കെ കേട്ട് നടക്കാനായിട്ട് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. ഒരു ബ്രഹ്മാണ്ഡ ഞാവലിൻ്റെ മരം കണ്ട. ഞാവൽ മരത്തിൻ്റെ ഇടയ്ക്ക് തേനീച്ച കൂട്, കുത്തുന്ന തേനീച്ച. അധികം അടുത്തോട്ട് പോയുള്ള കളികളില്ല. പോണ വഴിക്കൊക്കെ തല പൊക്കി പിടിച്ച് വിശേഷം ചോദിച്ച് അട്ടകളുണ്ട്. ചില ആൾക്കാർ നമ്മുടെ ചെരുപ്പയിലൊക്കെ കയറും. അപ്പം ഞങ്ങൾ ഉപ്പ് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. ഉപ്പ് വെള്ളം തളിച്ച് അവന് ശാന്തി കൊടുക്കും. നല്ല അട്ടശല്യമാണ്. മഴക്കാലത്ത് ഇത്തരം സ്ഥലങ്ങളിലൂടെ വന്നാലുള്ള ഒരു പ്രശ്നമാണ്. പക്ഷേ നമ്മളതിൻ്റെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഒക്കെ രസമായിട്ട് കയറി പോവാം. ഇങ്ങോട്ട് കയറുന്ന വഴിക്ക് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അകത്തോട്ട് കയറി നനയാണ്ടിരിക്കാനായിട്ട് പ്രകൃതി തന്നെ സെറ്റ് ചെയ്തൊരു പാക ഉണ്ട്. ഇത് കണ്ടോ, ഇതൊരു മരമൊന്നുമല്ല, ഒരു വള്ളിയാണ്. ഇതിങ്ങനെ മരത്തവിടെ കിടക്കും. നല്ല ബലമാണെന്നാണ് പറഞ്ഞത്. ഇതിങ്ങനെ ചതച്ചൊക്കെ ഈ ആദിവാസികളായിട്ടുള്ള ആൾക്കാരെടുക്കുന്നു അവർക്ക് കിടക്കാനൊക്കെയുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട്. എന്താണേലും നല്ല തിക്ക് ഫോറസ്റ്റാണ്. നല്ല തണുപ്പും ഒക്കെ ആയിട്ട് നടക്കാൻ നല്ല സുഖമാണ്. പക്ഷേ ഈ അട്ടയുടെ ഒരു ചെറിയ ശല്യം മാത്രമേ ഉള്ളൂ.
നമ്മളിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും താഴെ നിന്ന് നമ്മൾ ഈ അട്ട പൊങ്ങി നിന്ന് ടാറ്റ തരും. നമ്മൾ വിചാരിക്കും നമ്മൾ പൊക്കോട്ടെന്ന് ഓർത്ത് ടാറ്റ തരുന്നതെന്ന്. പക്ഷെ അവൻ നമ്മളെ ചാടി പിടിക്കാനായിട്ടിരിക്കുക. ചെരുപ്പിൻ്റെ ചുറ്റും അട്ടയൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഉപ്പുവെള്ളം തളിച്ചു കൊടുത്ത് അവനെ മെല്ലെ അവിടുന്ന് പിടിപ്പിക്കും. വന്യമൃഗങ്ങൾക്ക് ദാഹം മാറ്റാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ജലസംഭരണിയാണിത്. ഈ കാട്ടിനുള്ളിൽ പലയിടത്തും വനം വകുപ്പ് ഇത്തരത്തിലുള്ള ജലസംഭരണികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം വന്യമൃഗങ്ങൾക്ക് വെള്ളം കൂടി മുട്ടരുതല്ലോ. കാട്ടുമൃഗങ്ങളെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. ഇവൻ ആനയെ പോലും പറ്റിയില്ല. അത് കാരണം കുറച്ച് ആനപ്പിണ്ടമെങ്കിലും കാണിച്ചില്ലെങ്കിൽ അത് മോശമല്ല കാട്ടിക്കൂടെ വന്നിട്ട്. നമ്മൾ ഈ മന്നമൻചോലയുടെ ഒരു ഭാഗത്തൂടെ കയറി മറുഭാഗത്തൂടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇറങ്ങുന്ന ഭാഗത്തും ഒരു അരുവിയുണ്ട്, ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട്. ദൂരക്കാഴ്ചയാണ്. എല്ലാവർക്കും അതിൻ്റെ ശബ്ദം കേൾക്കാമെന്ന് തോന്നുന്നു. എന്തായാലും ഒരു മൂടലൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ വ്യൂ ഒന്നും അധികം കാണാൻ പറ്റത്തില്ല. ചിലയിടത്തൊക്കെ നല്ല വ്യൂ പോയിന്റുകളുണ്ട്. പക്ഷേ നമ്മളവിടുന്ന് നോക്കിക്കഴിയുമ്പോഴത്തേക്കും എല്ലാം മൂടിക്കിടക്കുകയാണ്. ഇന്നലെ ഇവിടെ ശക്തമായ മഴയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ അതിൻ്റെ ആകാം. ഈ കാണുന്ന ഒരു കുന്തിരിക്കത്തിൻ്റെ മരമാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പറ്റിയിരുന്ന അതിൻ്റെ കറ, അതായത് ഇതാണ് കുന്തിരിക്കം. അതാണ് നല്ല മണമുണ്ട്. ചുമ്മാ അതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വലിയ മണം കാണില്ല. പക്ഷേ നമ്മൾ കയ്യിലിട്ടൊന്ന് ഞെരടി കഴിഞ്ഞാണല്ലോ നല്ല ഒന്നാന്തരം ശുദ്ധമായ കുന്തിരിക്കത്തിൻ്റെ മണമാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം മരങ്ങൾ എവിടെയുണ്ട്. പക്ഷേ നമ്മൾ കാത്തിരിക്കുന്ന ഒരു മരമുണ്ട്. അതിൻ്റെ അടുത്തോട്ടുള്ള യാത്രയിലാണ്. ഈ വനത്തിനുള്ളിൽ നിന്ന് വരുന്ന ജലമാണ് ഈ കാന്തല്ലൂരിലെ കൃഷികൾക്കെല്ലാം എത്തുന്നത്. ഇത് വേനൽക്കാലത്തും സുലഭമായിട്ട് ജലം ലഭിക്കുമെന്നാണ് ഇവർ പറയുന്നത്. മനുഷ്യൻ തൊട്ട് അശുദ്ധമാക്കാത്ത വെള്ളമാണ്. പ്രകൃതിയുടെ പരിശുദ്ധി മുഴുവൻ ഏറ്റി വരുന്ന വെള്ളമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ വായു അങ്ങനെ തന്നെയാണ്. എന്നാ രസമെന്നറിയോ, നമ്മളിങ്ങനെ ശ്വാസം വലിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മുടെ ആ ശ്വാസകോശത്തിലോട്ട് അത് പോകുന്നത്. അതുപോലെ വളരെ പരിശുദ്ധമായിട്ടുള്ള വായുവാണ്. പരിശുദ്ധമായ വെളിച്ചെണ്ണ എന്നൊക്കെ പറയില്ലേ, ചിലപ്പോൾ അതിൽ വരെ മായം കാണും. പക്ഷേ ഈ വായുവിൽ യാതൊരു മായവും ഇല്ല. ഇവിടെ വന്ന് മൃഗങ്ങളെയൊന്നും കണ്ടില്ലേലും ഈ ചുറ്റുപാടൊന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു സുഖം തന്നെയാണ്. ഈ കാണുന്നതാണ് നമ്മൾ തേടി നടന്നിരുന്ന ആ മരമെന്ന് പറയാം. ഇതിൻ്റെ പേര് ട്രൈഫാൻ എന്നാണ്. അപ്പോൾ ഈ ട്രെക്കിങ്ങിൻ്റെ പേര് തന്നെ ട്രൈഫാൻ ട്രെക്കിംഗ് എന്നാണ്. അതായത് ഇതിന് ദിനോസറിൻ്റെ കാലത്തോളം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ഒരു വർഷം ഇത് 1 ഇഞ്ച് മാത്രമേ വളരുകയുള്ളൂ. അപ്പോൾ ട്രൈഫാൻ മരത്തിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ ചാടിപ്പോയതൊരു മലയണ്ണാനാണ്. നമ്മൾ ക്യാമറ ഒക്കെ എടുത്ത് പിടിച്ചു വന്നപ്പോഴത്തേക്ക് അവനൊരു ഇടിയിൽ വിട്ട്. ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കാന്തല്ലൂരിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. കാന്തല്ലൂർ സ്റ്റേ ചെയ്യുന്നത് കോസ്റ്റ്ലി ആണെന്നാണ് പറഞ്ഞത്. അതായത് ഒരു 1500 രൂപയൊക്കെ ആവും നമ്മളിവിടെ ഹോം സ്റ്റേയിലൊക്കെ താമസിക്കണമെങ്കിൽ. അതേസമയം നമ്മൾ മറയൂർ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പകുതി കാശിന് താമസിക്കാം. പിന്നെ ഈ ട്രെക്കിങ് രസമായിരുന്നു. ആകെ വന്യമൃഗങ്ങളായിട്ട് കണ്ടത് മലയണ്ണാനെയും കുരങ്ങനെയുമാണ്. ഈ മൃഗങ്ങളെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു ഭാഗ്യം പോലെയൊക്കെ ഇരിക്കും.
ഈ മൃഗങ്ങളെ കാണാനായിട്ട് മാത്രമല്ല നമ്മൾ ഒരു വനത്തിൽ ട്രക്കിങ്ങിന് പോകുന്നത്, ആ കാട് എന്താണ് എന്ന് ഫീൽ ചെയ്യാനാണ്. പക്ഷേ ഇത് നല്ല ഇടതൂർന്ന കാടായിരുന്നു. അതിലേക്കൂടെയുള്ള ട്രക്കിങ്ങൊക്കെ നല്ല രസമായിരുന്നു. വെള്ളം വീഴുന്ന ശബ്ദവും കിളികളുടെ ശബ്ദവും ഒക്കെ ആയിട്ട് എനിക്ക് ഇതൊരു നഷ്ടമായിട്ട് തോന്നിയില്ല. പിന്നെ ഒരാൾക്കാരുടെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ല അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ. ഇപ്പം മൃഗങ്ങളെ കാണാനായിട്ടാണെങ്കിൽ ചിലപ്പോൾ കണ്ടേക്കാം, ചിലപ്പം കണ്ടില്ലെന്നിരിക്കാം. എന്താണേലും എനിക്ക് തോന്നുന്നു ഏകദേശം 2 മണിക്കൂറോളം ഞങ്ങൾ വനത്തിൽ കൂടെ നടന്നിട്ടാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. ഇനി ഇവിടുന്ന് മെല്ലെ മറയൂർക്ക് വിടുകയാണ്. ആ കുന്തിരിക്കത്തെ പിടിച്ചത് ഒരു വലിയ അബദ്ധമായിപ്പോയി. ശരിക്കും പറഞ്ഞൊരു മുളഞ്ഞയും പോലെയായിരുന്നു. പിടിക്കുന്നിടത്തെല്ലാം അത് പിടിക്കുക. ഡ്രസ്സെ തൊട്ട് അവിടെ പിടിച്ച്, ക്യാമറയെ തൊട്ട് അവിടെ പിടിച്ച്. അതുകൊണ്ട് വരുന്ന ആൾക്കാർ കുന്തിരിക്കമൊക്കെ കാണുവാണെങ്കിൽ അത് തൊടാണ്ടൊക്കെ അതിനെ ആസ്വദിച്ചിട്ട് അവിടെ ഉപേക്ഷിച്ച് പോകുന്നതാണ് നല്ലത്. തൊട്ട് കഴിഞ്ഞാൽ അത് മുളഞ്ഞതിനേക്കാളും കഷ്ടമാണ്. ഇപ്പോൾ ഞാനിവിടെ ഒന്ന് കഴിയിട്ട് പോലും അത് ശരിക്കും പോകുന്നില്ല. അങ്ങനെ കാന്തല്ലൂരിലെ കാഴ്ചകളൊക്കെ കണ്ട് മറയൂർക്ക് മടങ്ങുന്ന വഴിക്കാണ് ഒരു തകർപ്പൻ സൂര്യ അസ്തമയത്തിൻ്റെ കാഴ്ച. പിന്നെ അവിടെ നിന്ന് അത് വിശദമായിട്ട് നിന്ന് കണ്ട് നല്ല മനോഹരമായ അസ്തമയം തന്നെയാണ്.